കാർ മേടിക്കാൻ പോവാണോ? ആഹാ, ഏത് കാറാ കാണിക്കണേ? സർപ്രൈസ് ആണ്. ഫുൾ വീഡിയോ കണ്ടാ ഞാന് കാണിച്ചു തരാം. അപ്പൊ ഇപ്പൊ പറയില്ല കാർ ഏതാണെന്ന്? ആണോ? അപ്പോൾ നമുക്ക് കാർ കാണിക്കാനായിട്ട് പോവാല്ലേ ഇപ്പോ? ഓക്കേ. ഒരു മഴ പെയ്യുന്നു തോന്നുന്നുണ്ടല്ലേ? എന്തായാലും മഴ നല്ലൊരു ശകനമാണ്. നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ മഴ പെയ്യണം, നല്ലതാണ്. സ്കൂളിൽ നിന്ന് ഡയറക്റ്റ് കാറ് നേരത്തെ റെഡി ആയി. പക്ഷെ അവര് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു നദാനും കൂടി വന്നിട്ട് കാർ എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. ആഫ്റ്റർ എ ലോങ് ടൈം സ്റ്റാൻസി നമ്മുടെ വ്ളോഗിൽ വന്നേക്കാണ്. കഴിഞ്ഞ വീഡിയോയില് സ്റ്റാൻസി ഉണ്ടായിരുന്നു, പക്ഷെ അത് സ്റ്റാൻസി ജസ്റ്റ് എയർപോർട്ടിൽ വന്നിട്ടുള്ള വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഓസ്ട്രേലിയ, ഇപ്പോഴും വാലി ന്യൂസിലാൻഡിൽ നിന്ന് എനിക്ക് വരുന്നത്, ഓസ്ട്രേലിയയിൽ കാർ വാങ്ങിക്കുന്നതാണ്. നമ്മൾ 2 ആഴ്ചത്തെ സ്റ്റഡി നടത്തിയിട്ടാണ് ഒരു കാർ എടുത്തത്. അപ്പോൾ എല്ലാവരുടെയും ഇപ്പോൾ ഓസ്ട്രേലിയ വരുന്ന അല്ലെങ്കിൽ കാർ എടുക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഓടിപ്പോയി ഒരു കാർ എടുക്കരുത്. നമ്മൾ ഫസ്റ്റ് കാണുന്ന കാറും സെക്കൻഡ് കാണുന്ന കാറും ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ അട്രാക്ട് ചെയ്യും. പക്ഷേ ഓടിപ്പോയി കാർ എടുക്കരുത്. നല്ല രീതിയിൽ സ്റ്റഡി ചെയ്യുക. നമ്മുടെ പർപ്പസും നമ്മുടെ യൂസും നമ്മുടെ ഫ്യൂച്ചറിലേക്കുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് നമ്മൾ കാർ എടുക്കേണ്ടത്. ഒരു കാര്യം കൂടെ, ഓടിപ്പോയി അഡ്വാൻസും കൊടുക്കരുത്. അപ്പോൾ 1-2 ടിപ്സ് നമ്മൾ ഈ കാർ എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഏത് സ്ഥലത്ത് പോയാലും അവർ ഈ കാറിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കാറിനെ കുറിച്ച് അവർ ഘോരഘോരം പ്രസംഗിക്കും. അവരെന്നിട്ട് അഡ്വാൻസ് വാങ്ങിക്കാൻ നോക്കും. ദയവ് ചെയ്ത് അഡ്വാൻസ് ഒരിടത്തും ചെയ്യരുത്. ഞങ്ങൾ കൊടുത്തു, പിന്നെ അത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അതിന് പുറകെ നടക്കേണ്ടി വന്നു. ഇവിടുത്തെ ഒരു പോളിസി അനുസരിച്ച് ഒരു 3 ദിവസം. അപ്പോൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ആ കാർ വേണ്ട, വേറെ കാർ എടുക്കാം. നെക്സ്റ്റ് ഡേ കാലത്ത് വന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ആ കാർ വേണമെന്നില്ല, ഞാൻ പിന്നീട് വന്ന് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ തന്നെ ഗ്യാങ്ങിൽ പെട്ട കുറച്ച് ആൾക്കാർ അഡ്വാൻസ് കൊടുത്തിട്ട് പിന്നീട് തിരിച്ചു കിട്ടാത്ത അവസ്ഥ വന്നു. അപ്പോൾ തിരിച്ചു കിട്ടാതെ വന്നപ്പോൾ അവിടെ നിന്ന് മാത്രമേ കാർ എടുക്കാവൂ എന്നുള്ളൊരു പ്രശ്നത്തിലേക്ക് പെട്ടു. അല്ലെങ്കിൽ കാശ് പോവും. അപ്പോൾ അങ്ങനെ ആരും ചെയ്യരുത്. രണ്ടാമത്തെ കാര്യം എന്നുള്ളത് ഫിനാൻസാണ്. അപ്പോൾ ഫിനാൻസിൻ്റെ കാര്യത്തിൽ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്നുള്ളത്, ഓൾമോസ്റ്റ് എല്ലാ ഫിനാൻഷ്യൽസും ഫിനാൻസ് എടുക്കുന്നത് ടൊയോട്ട ഫിനാൻസിൽ നിന്നാണ്. അവരാണ് അതിൻ്റെ മെയിൻ ക്യാഷ് കൊടുക്കുന്ന ആൾക്കാർ. മറ്റുള്ള ഫിനാൻഷ്യൽസ് ടൊയോട്ടയുടെ ഫിനാൻസിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ മാക്സിമം ടൊയോട്ട ഫിനാൻസാണ് ഞാൻ റെഫർ ചെയ്യുന്നത്. ഇത് പെയ്ഡോ കാര്യങ്ങളൊന്നും അല്ല. 2 ആഴ്ച മാർക്കറ്റിൽ കൂടെ നടന്ന് കാറ് തപ്പി നടന്നപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ മാത്രമാണ്. പിന്നെ ഏത് കാർ എടുക്കണം എന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. ഇപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് കാർ നോക്കുമ്പോൾ എപ്പോഴും ചെറിയ കാറിലേക്കാണ് എല്ലാവരും നോക്കുക. അല്ലെങ്കിൽ ബോയ്സിന് വേണ്ടിയിട്ട് കാർ നോക്കുമ്പോൾ ഒരു വലിയ കാർ നോക്കും. അപ്പോൾ അതെല്ലാം പേഴ്സണൽ ചോയ്സാണ്. നിങ്ങൾ ചെറുത് വേണോ വലുത് വേണോ എന്നുള്ളതെല്ലാം പേഴ്സണൽ ചോയ്സാണ്. പക്ഷേ എടുക്കുമ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, 5 സീറ്റർ എന്ന കാറിനേക്കാൾ നിങ്ങളൊരു 7 സീറ്റർ എടുക്കുകയാണെങ്കിൽ, നമ്മളൊക്കെ നാട് വിട്ട് വന്നേക്കുമല്ലേ, അപ്പോൾ നാട്ടിൽ നിന്ന് നമ്മുടെ അപ്പനോ അമ്മയോ അല്ലെങ്കിൽ കസിനോ ആരെങ്കിലുമൊക്കെ നമ്മുടെയൊക്കെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് ഈ കാറിന് വേണ്ടി കിടന്ന് കഷ്ടപ്പെടേണ്ട വരത്തില്ല. 2 കാറിലേ നമ്മൾ പള്ളിയിൽ പോകുന്നു, ഷോപ്പിങ്ങിന് പോകുന്നു, അങ്ങനത്തെ ഒരു കണ്ടീഷൻ വരത്തില്ല. അപ്പോൾ 7 സീറ്റർ ഒരുപാട് കാറുകൾ ഒത്തിരി കാശ് കുറഞ്ഞ് അവൈലബിൾ ആണ്. സെക്കൻഡ് ഹാൻഡും അവൈലബിൾ ആണ്, ഫ്രഷും അവൈലബിൾ ആണ്. അപ്പോൾ അത് നോക്കിയെടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഇവിടെ തണുപ്പ് കൂടുതലുള്ള സ്ഥലമായതുകൊണ്ട് ഇവിടെ നമ്മുടെ ഈ ഹെയിൽ നമ്മുടെ കാറിൽ വന്നിട്ട്, നമ്മൾ പുറത്തൊക്കെ കാറിടുമ്പോൾ ഹെയിൽ വന്നുകൊണ്ട് അത് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാര്യങ്ങൾ നോക്കുക. പിന്നെ ഇതിനെന്തെങ്കിലും ആക്സിഡൻറ്റ് ഹിസ്റ്ററി നോക്കാൻ പറ്റും. അതിൻ്റെ വെബ്സൈറ്റ് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് വണ്ടിയുടെ വിൻ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ വണ്ടിക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം നോക്കേണ്ടതെന്നുള്ളത്, വണ്ടിയുടെ സർവീസ് ഹിസ്റ്ററി. എല്ലാ വണ്ടിയിലും ഒരു വാറണ്ടി ആൻഡ് സർവീസ് ബുക്ക് ഉണ്ടാവും ഡാഷ്ബോർഡിൽ. നിങ്ങൾ ഏത് വണ്ടി പോയി കണ്ടാലും നിങ്ങളത് എടുക്കുക. അത് ഒളിപ്പിച്ച് വെക്കത്തൊന്നുമില്ല. നിങ്ങളത് ചോദിച്ച് ഡാഷ്ബോർഡിൽ നിന്ന് ബുക്ക് എടുത്ത് കൃത്യമായ ടൈമിൽ കൃത്യമായ കിലോമീറ്ററിൽ സർവീസ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. സർവീസ് മിസ്സാകുമ്പോൾ വണ്ടിക്ക് ട്രാൻസ്മിഷൻ കംപ്ലൈൻറ്റുകൾ വരും. അതായത് ഗിയറിനുള്ള കംപ്ലൈൻറ്റ്. ഓട്ടോമാറ്റിക് വണ്ടിയാണെങ്കിലും അതിനൊരു ഗിയർ സിസ്റ്റം ഉണ്ടല്ലോ. അപ്പോൾ സർവീസ് മിസ്സായ വണ്ടികളൊന്നും ദയവ് ചെയ്ത് എടുക്കാതിരിക്കുക. ഏത് വണ്ടി എടുക്കണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു കഴിയുമ്പോൾ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും എല്ലാവരും പറയുന്നത് ജപ്പാൻ, അതായത് ടൊയോട്ട കാറുകൾ തന്നെയാണ്. ഞാനും ടൊയോട്ട കാറുകൾ തന്നെയാണ് സജസ്റ്റ് ചെയ്യുന്നുള്ളൂ. കാരണം ലോങ് ലൈഫിലേക്ക് നമുക്ക് ഓടാനും വളരെ നിസ്സാര കാശിൽ നമുക്ക് മെയിൻ്റനൻസും ഭയങ്കര ബ്രാൻഡഡ് വണ്ടികളുടെ കാശും കൊടുക്കാതെ നമുക്ക് നല്ല വണ്ടി നമ്മുടെ കയ്യിൽ കിട്ടും. അതല്ലാതെ ജപ്പാൻ കാറുകളായ കിയ, അതുപോലെ മസ്ഡ, ഹുണ്ടായി, ഇതെല്ലാം നല്ല ഓപ്ഷൻസ് തന്നെയാണ്. ഇതെല്ലാം നല്ല ഫാൻസി ആയിട്ടുള്ള കാറുകളും ഡിജിറ്റലി നല്ല പെർഫോമൻസ് തരുന്ന നല്ല ഇൻറ്റീരിയറൊക്കെ തരുന്ന വണ്ടികളുണ്ട്. എന്നാലും ഇപ്പോൾ കൂടുതൽ ആൾക്കാരും എടുത്തിട്ടുള്ളത് ടൊയോട്ടയാണ്. കൂടുതൽ ആൾക്കാരും എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് RAV4 ആണ്. അപ്പോൾ അതെല്ലാം നല്ല കാറുകൾ തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഷോറൂമിനടുത്തെത്തി. ഇനി എന്തെങ്കിലും ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. എനിക്കറിയാവുന്ന ഡീറ്റെയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏത് കാർ എടുക്കുന്നതെന്നുള്ളത് കാണിച്ചു തരാം. അതാണ് എക്സൈറ്റ്മെൻറ്റിലാണല്ലേ.
അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന വണ്ടി ടൊയോട്ടയുടെ ക്ലൂഗറാണ്. ഏതാ വണ്ടി ദാദാ? ക്ലൂഗർ. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഹാൻഡ് ഓപ്ഷനാണ് പോയത്. ക്ലൂഗർ ഒരെണ്ണം ഗ്രാൻഡേ എന്ന് പറഞ്ഞ ഫുൾ ഓപ്ഷൻ വണ്ടി. ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതാണ് ഇത് എടുക്കാനുള്ള മറ്റൊരു കാരണം. ബ്ലൂ, ഗലേന ബ്ലൂ എന്ന് പറഞ്ഞൊരു കളറാണിത്. നേവി ബ്ലൂ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഗലേന ബ്ലൂ നല്ലൊരു കളറായിട്ട് എനിക്ക് തോന്നി. അതാണ് ഞാൻ ഈ വണ്ടിയിലേക്ക് പോയത്. അഡീഷണലായിട്ട് ഞാൻ ഈ വണ്ടിയിൽ ഒരു പെയിൻറ്റ് കോട്ടിങ് ആഡ് ചെയ്തു. 10 വർഷം നമുക്ക് വാറണ്ടി കിട്ടുന്ന ഒരു പെയിൻറ്റ് കോട്ടിങ് ഇതിലുണ്ട്. അപ്പോൾ ഇതിലെന്തെങ്കിലുമൊക്കെ നമുക്ക് പെയിൻറ്റിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ നമുക്കത് വാറണ്ടിയിൽ ആഡ് ചെയ്ത് തരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഇതിൽ ഫുൾ ലെതറാണ് നമുക്ക് വണ്ടിയുടെ സീറ്റൊക്കെ വരുന്നത്. അപ്പോൾ അതും കൂടി ഇതിൽ കവേർഡ് ആവും. ലെതറിലൊക്കെ ഒരു കോട്ടിങ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഓസ്ട്രേലിയയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ബെസ്റ്റ് ഫാമിലി കാർ എന്നുള്ള പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മളിത് എടുക്കാനുള്ള മെയിൻ കാരണം ഇതൊരു 7 സീറ്റർ ഓപ്ഷനാണ്. അപ്പോൾ 7 സീറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് മുന്നോട്ട് ഇനി വേറൊരു കാറ് മാറേണ്ട ആവശ്യമോ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ആരെങ്കിലും വരുമ്പോഴോ ഫ്രണ്ട്സൊക്കെ വരുമ്പോഴോ നമുക്ക് ഇനി 2 വണ്ടിയിൽ ട്രാവൽ ചെയ്യേണ്ട, എല്ലാവർക്കും കൂടി കംഫർട്ടബിളായിട്ട് ഒറ്റ വണ്ടി ട്രാവൽ ചെയ്യാം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് നമ്മൾ ഈ വണ്ടി എടുത്തത്. ന്യൂസിലാൻഡിൽ നമ്മുടെ ഹൈലാൻഡർ എന്ന് പറഞ്ഞിട്ടാണ് ഈ വണ്ടി അറിയപ്പെടുന്നത്. ഇവിടുത്തെ പേര് ക്ലൂഗർ എന്നാണ്. അപ്പൊ നമ്മള് വണ്ടിയുടെ എക്സൈറ്റ്മെന്റിൽ വണ്ടി കയറുന്ന വീഡിയോ ഒന്നും എടുത്തില്ലല്ലേ. ഇതാണ് വണ്ടിയുടെ ഇന്റീരിയർ. അവർ നമുക്കൊരു ചെറിയ ക്ലാസ് ഒക്കെ തന്നു വണ്ടിയെക്കുറിച്ച്. കൂടുതൽ ഡീറ്റെയിൽ എനിക്ക് തോന്നുന്നു വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കാണിക്കാം അല്ലേ. അതുപോലെ നദാന് ഇഷ്ടപ്പെട്ടൊരു സാധനം വണ്ടിയിലുണ്ട്. എന്താ നദാ? സൺറൂഫ്. നദാന് ഒരേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, വണ്ടി വാങ്ങിക്കുമ്പോ സൺറൂഫ് വേണമെന്ന്. അതുണ്ട് അല്ലേ. ആദ്യമായി നമ്മുടെ ക്ലൂഗർ നമ്മൾ എടുക്കുകയാണ്. ടെസ്റ്റ് ഡ്രൈവ് എടുത്തായിരുന്നു അല്ലേ? ശരിക്കും ടെസ്റ്റ് ഡ്രൈവില് നമ്മൾ വീണ് പോയട്ടോ. വണ്ടി ടെസ്റ്റ് ഡ്രൈവ് എടുത്തപ്പോഴേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നാട്ടില് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നാട്ടിലെ ഫോർച്യൂണറിന്റെ ഒക്കെ ഒരു സെറ്റപ്പ് എന്ന് പറയാം. ഫോർച്യൂണറൊക്കെ ഓടിക്കുന്ന പോലെ തന്നെ ഭയങ്കര സ്മൂത്താ. ഹൈബ്രിഡ് ആണ്, ഇലക്ട്രിക് ആയതുകൊണ്ട് കുറച്ചൊക്കെ പെട്രോൾ കൺസപ്ഷനും നമുക്ക് കിട്ടും. എന്തായാലും നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ അല്ലേ, ഒരു നല്ല വണ്ടി, അതുമല്ല നമ്മുടെ ഇഷ്ടപ്പെട്ട വണ്ടി നമുക്ക് കിട്ടി. അപ്പോൾ എല്ലാ ഡോക്യുമെന്റേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് നൈറ്റായി. അപ്പോൾ വണ്ടിയുടെ കൂടുതൽ വിശേഷങ്ങളും നമ്മുടെ ഓസ്ട്രേലിയയിലെ ട്രാവൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് പിന്നെ വരാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ സെൻഡ് ചെയ്യാം.